ഇങ്ങനെ ഗോവിന്ദച്ചാമിയുടെ മുന്നിൽപ്പെട്ടാൽ എന്തു സംഭവിക്കും? സ്ത്രീകളാണെങ്കിൽ മറ്റൊരു സൗമ്യ കേസ് ഉണ്ടാകുമായിരുന്നു എന്നാണ് ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കിണറ്റിൽ കിടന്നും ഗോവിന്ദച്ചാമി നടത്തിയത് കൊലവിളിയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടും അശ്ലീല അംഗ്യങ്ങളാണ് ആവർത്തിച്ചത്. ഇങ്ങനെ ഒരു പ്രതിയെ മോചനം കിട്ടാത്ത വിധം ജയിലിലിടണമെന്ന് കോടതി വിധിക്കുന്നത് ഇക്കാരണങ്ങളാലാണ്. ഇവർ ആരുടെയും അനുകമ്പ അർഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം കൊന്നുകളയാനും ആവില്ല. ജീവനെടുക്കുന്ന ഒരു സംവിധാനവും മനുഷ്യത്വമില്ലാത്തതാണ്. ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റിയതുകൊണ്ട് മറ്റു ബലാത്സംഗികളൊന്നും നന്നാവില്ല. അങ്ങനെ നന്നാവാനായിരുന്നെങ്കിൽ ആദ്യം പരിവർത്തനം ഉണ്ടാകേണ്ടിയിരുന്നത് ഗോവിന്ദച്ചാമിക്കായിരുന്നു. കൊലക്കുറ്റത്തിന് വധശിക്ഷ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മർദ്ദനവും പീഡനവും കൊണ്ടും ഗോവിന്ദച്ചാമി നന്നാകാൻ പോകുന്നില്ല. ഗോവിന്ദച്ചാമി നന്നായില്ലെങ്കിലും ജയിൽ വകുപ്പിന് നന്നാകാൻ ഒരവസരം കൂടി കിട്ടി. ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷ വേണ്ട. സംസ്ഥാന ജയിൽ വകുപ്പിന്റെ ഇപ്പോൾ കുനിഞ്ഞിരിക്കുന്ന തല നിവരാൻ കുറേ സമയമെടുക്കും. അത്ര വലിയ ആഘാതമാണ് ആ ഒറ്റക്കയ്യൻ ഏൽപ്പിച്ചിരിക്കുന്നത്.